എന്താ മഹേഷ് വിശേഷങ്ങൾ? കയറിയിരിക്കൂ. ഡോക്ടർ, എന്റെ വിവാഹമാണ് അടുത്ത മാസം 20-ാം തീയതി. ഡോക്ടറും കുടുംബവും തീർച്ചയായിട്ടും വരണം. ശരി മഹേഷ്. പിന്നെ ഡോക്ടർ, എനിക്ക് ചില ആശങ്കകളുണ്ടായിരുന്നു. ദാമ്പത്യം പലർക്കിടയിലും പല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ടല്ലോ. വിവാഹമോചനങ്ങൾ നടക്കാറുണ്ട്. അതിനെന്തെങ്കിലും മുൻകരുതലുകളോ മറ്റോ? മഹേഷ്, ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് തന്നെ വ്യത്യസ്ത മേഖലകളിൽ വ്യത്യസ്ത സ്വഭാവക്കാരായി വളർന്ന 2 പേർ ഒരു മേൽക്കൂരയ്ക്ക് താഴെ ഒന്നിച്ചു കഴിയുന്നതിനെയാണ്. അവിടെ പ്രശ്നങ്ങളുണ്ടാവാം. അത് എല്ലാ ദാമ്പത്യ ബന്ധത്തിലും ഉണ്ടാവും. പക്ഷേ പ്രശ്നങ്ങളെ എങ്ങനെ നേരിടുന്നു എന്നതാണ് ആ ദാമ്പത്യത്തിലെ വിജയവും പരാജയവും നിർണ്ണയിക്കുന്നത്. പ്രശ്നങ്ങളെ എങ്ങനെ നേരിടണമെന്നാ ഡോക്ടർ പറയുന്നത്? സാധാരണയായി ദാമ്പത്യ ബന്ധത്തിൽ കണ്ടുവരുന്ന പ്രശ്നങ്ങൾ പരസ്ത്രീ പരപുരുഷ ബന്ധങ്ങൾ, മദ്യപാനം, സെക്സിൽ താല്പര്യമില്ലായ്ക, ഇവയൊക്കെയാണ്. ഈ പ്രശ്നങ്ങളെല്ലാം തുടങ്ങുന്ന ഒരു നിമിഷമുണ്ടല്ലോ, അതായത് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലെ അകൽച്ച തുടങ്ങുന്ന നിമിഷം. അത് വ്യക്തമാക്കുന്ന ചില സയൻസ് ആൻഡ് സിംറ്റംസ് ഉണ്ട്. ഇത് കണ്ടെത്താൻ പഠിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്താൽ പ്രശ്നങ്ങൾ മുളയിലെ നുള്ളിക്കളയാനും പ്രശ്നപരിഹാരം പെട്ടെന്ന് സാധ്യമാക്കാനും കഴിയും. എന്തൊക്കെയാണ് ഡോക്ടർ ആ സയൻസ് ആൻഡ് സിംറ്റംസ്? പ്രധാനമായും ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ കുറയുക, അല്ലെങ്കിൽ അവർ തമ്മിൽ ഇടപഴകുന്ന സമയം കുറയുക. ഇതാണ് ഇതിന്റെ പ്രധാന ലക്ഷണം. ഇത് ദാമ്പത്യ ജീവിതത്തിൽ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാവാം. എന്തുകൊണ്ടാണ് ഡോക്ടർ ഇങ്ങനെ സംഭവിക്കുന്നത്? ആവർത്തന വിരസതയാവാം ഒരുപക്ഷെ ഇതിന് കാരണം. ഇങ്ങനെ സംഭവിച്ചാൽ എന്ത് ചെയ്യണം? ആവർത്തന വിരസത ഒഴിവാക്കാം. പരസ്പരം സംസാരിച്ച് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയും. നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ മറ്റുള്ളവരുടെ സഹായം തേടാം. ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് തേടുന്നതാണ് ഉത്തമം. ദമ്പതിമാർ തങ്ങൾക്കിടയിൽ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കിയാൽ സൈക്കോളജിസ്റ്റിനെ കാണുക. കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യുക. പ്രോബ്ലംസ് ഡീൽ ചെയ്യാൻ പഠിക്കുക. ഇവയെല്ലാം വഴി ഇവയ്ക്ക് പരിഹാരം സാധ്യമാണ്. വളരെ നന്ദി ഡോക്ടർ. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു. പിന്നെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് ആലോചിച്ച് ഇപ്പോഴേ ടെൻഷൻ അടിക്കേണ്ട മഹേഷ്. പരസ്പരം അറിഞ്ഞും മനസ്സിലാക്കിയും അങ്ങ് ജീവിക്കുക. പ്രശ്നങ്ങൾ വന്നാലല്ലേ അപ്പോൾ അതിന് പരിഹാരമുണ്ട്.